ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ക്രിസ്തു ജെറീക്കോയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ സക്കേവുസ് എന്ന പേരായ ഒരു ചുങ്കക്കാരനായ മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ഒരു സിക്കമോർ മരത്തിൽ കയറിയിരിക്കുകയായിരുന്നു. യേശു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി. എന്നാൽ യേശു ആ മരച്ചുവട്ടിലെത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി പറയുന്നു, സക്കേവുസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, ക്രിസ്തു എല്ലാം അറിയുന്നവനാണ്. നമ്മുടെയൊക്കെ പേരുകൾ അവൻ്റെ ഉള്ളം കയ്യിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് വചനം പറയുന്നത് പോലെ ക്രിസ്തുവിന് നമ്മെയും നമ്മുടെ ഹൃദയവ്യഥകളും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അറിയാം. സക്കേവുസിനെ യേശു അറിഞ്ഞു, അവൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു. ക്രിസ്തു അവനെ സ്നേഹപൂർവ്വം വിളിച്ചു. അവൻ സന്തോഷത്തോടെ തിടുക്കത്തിൽ ഇറങ്ങി വന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുക. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിക്കും വലിയ ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകും. കാരണം സ്വർഗീയമായ കൃപയും അനുഗ്രഹവും ഭൂമിക്ക് നൽകുവാൻ മറ്റാർക്കും സാധ്യമല്ല. ക്രിസ്തു സാന്നിധ്യം അനുഭവിക്കുന്ന സക്കേവുസ് മറ്റൊരു വ്യക്തിയായി രൂപാന്തരപ്പെടുകയാണ്. വലിയൊരു ജനാവലിയോടുകൂടി സക്കേവുസിൻ്റെ ഭവനത്തിലെത്തുമ്പോൾ സക്കേവുസ് യേശുവിന് വേണ്ടി വിരുന്നൊരുക്കുമ്പോൾ ആരോഗ്യ പെറുപിറുക്കുന്നുണ്ട്, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. യേശു അതിന് നൽകുന്ന മറുപടി ഏറെ ശ്രദ്ധായകമാണ്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ വിളിക്കുവാനാണ്. സക്കേവുസ് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ തൻ്റെ ഹൃദയത്തിലുണ്ടായ പരിവർത്തനത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നു, കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തു പോയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. യേശു പറയുന്നു, ഇവനും അബ്രഹാമിൻ്റെ പുത്രനാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾക്ക് മാത്രമേ രക്ഷയുള്ളൂ. എന്നാൽ ഒരു മനുഷ്യൻ തൻ്റെ അനുതാപത്തിലൂടെ തെറ്റുകൾ തിരുത്തി തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വന്നപ്പോൾ അവനും അബ്രഹാമിൻ്റെ പ്രിയപുത്രനായി മാറി, അഥവാ രക്ഷ സ്വന്തമായ വ്യക്തിയായി മാറി. നമുക്കെല്ലാവർക്കും സാധ്യമാകുന്ന ഒരു ആത്മീയതയെക്കുറിച്ച് കൂടിയാണ് ഇന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുക. നമുക്കെല്ലാവർക്കും ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹമുണ്ടാകട്ടെ. ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിച്ച സക്കേവുസ് ചെയ്ത പ്രവൃത്തി എന്തെന്നോ, അവൻ തൻ്റെ ബലഹീനത അംഗീകരിച്ചു. അവൻ പൊക്കം കുറവുള്ളവനായിരുന്നുവെന്ന് അംഗീകരിച്ചു. അതുകൊണ്ടാണ് അവൻ മുൻപേ ഓടി സിക്കമോർ മരത്തിൽ കയറിയിരുന്നത്. യേശു അവൻ്റെ പേര് വിളിച്ചപ്പോൾ അവൻ സ്നേഹപൂർവ്വം യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ഭവനത്തിലേക്ക് പോയി. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള ഒരു ആത്മീയ പരിവർത്തനം ഉണ്ടാകണം. ക്രിസ്തുവിനെ ആത്മാർത്ഥമായി അന്വേഷിക്കുകയും അവനെ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് അവനെയും കൂട്ടിക്കൊണ്ടു പോവുകയും ക്രിസ്തു സാന്നിധ്യത്തിൽ ജീവിച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യണം. ക്രിസ്തുവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്ത സക്കേവുസ് പുതിയൊരു വ്യക്തിയായി രൂപാന്തരപ്പെട്ടു. നമുക്കും ക്രിസ്തുവിന് സാക്ഷികളായി തീരുവാൻ വേണ്ട ഏറ്റവും മനോഹരമായ ആത്മീയത ക്രിസ്തുവിനെ അനുഭവിക്കുക എന്നതാണ്. നാം ക്രിസ്തുവിനെ തേടിയാൽ തീർച്ചയായും അവൻ നമ്മെ പേര് വിളിച്ച് നമ്മുടെ ഭവനത്തിലേക്ക് വന്ന് നമ്മെ അനുഗ്രഹിക്കുകയും രക്ഷയുടെ കൃപാവരം സമൃദ്ധമായി നൽകുകയും ചെയ്യും. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.